നമസ്കാരം, എല്ലാവർക്കും ബിഗ് ടി മീഡിയയിലേക്ക് സ്വാഗതം. ഞാൻ ടിജീഷ്. ഇന്നത്തെ ടോപ്പിക്ക് നമ്മുടെ റിമോട്ടിനെ കുറിച്ചാണ്. നമ്മുടെ റിമോട്ട് എങ്ങനെ ചെക്ക് ചെയ്യാം, കംപ്ലൈൻ്റ് ആണോ അല്ലയോ എന്നുള്ളത് എങ്ങനെ ചെക്ക് ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ റിമോട്ട്. വീട്ടിൽ ടി വിയുടെ റിമോട്ട് ഉണ്ട്, എ സിയുടെ റിമോട്ട് ഉണ്ട്, റിസീവറിന് അതായത് ഡിഷ് ഉപയോഗിച്ചിട്ട് ഡിഷിൻ്റെ റിമോട്ട് ഉണ്ട്. അങ്ങനെ കുറേ റിമോട്ടുകളുണ്ട്. ഇപ്പോൾ വന്ന് ഫാനിന് വരെ റിമോട്ട് ഇറങ്ങി തുടങ്ങി. ഇപ്പോൾ മേടിക്കാൻ മിക്കവാറും ഫാനുകൾക്ക് റിമോട്ടും കാര്യങ്ങളൊക്കെ വന്നു. അപ്പോൾ ഇത് എങ്ങനെ ചെക്ക് ചെയ്യാം അതാണ്. ഇപ്പോൾ ഇത് കംപ്ലൈൻ്റ് ആയിക്കഴിഞ്ഞാൽ ചിലർ നമ്മൾ കാണാം, ഇത് റിമോട്ട് വർക്ക് ചെയ്തില്ലേ, രണ്ട് തട്ട് കെട്ടി വെക്കും, രണ്ട് മുട്ടി വെക്കും, എന്നിട്ട് ഞെക്കി വെക്കും. അതല്ലാണ്ട് ഇത് എങ്ങനെ ഇതിൻ്റെ കംപ്ലൈൻറ്റ് കണ്ടുപിടിക്കാം? ചെറുതായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ നമുക്കൊരു മൊബൈൽ ഉപയോഗിച്ച് നമുക്ക് ഇതിൻ്റെ കംപ്ലൈൻറ്റ് കണ്ടുപിടിക്കാൻ സാധിക്കും. ഫസ്റ്റ് നമ്മൾ ഈ മൊബൈൽ ഈ റിമോട്ട് വർക്ക് ചെയ്തില്ലെങ്കിൽ ആദ്യം ഇതിൻ്റെ ബാറ്ററി കറക്റ്റ് പൊസിഷനാണോ നോക്കുക. നമ്മൾ മുട്ടാൻ നേരത്തെ ഇതിൻ്റെ പൊസിഷൻ മാറിപ്പോവും. അപ്പോൾ ഇതിൻ്റെ പൊസിഷൻ കറക്റ്റ് ആണോ എന്ന് ആദ്യം ചെക്ക് ചെയ്യുക. അതിനുശേഷമാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. നമ്മളൊരു എല്ലാവരുടെ വീട്ടിലും മിക്കവാറും മൊബൈൽ ഫോൺ, ക്യാമറ ഉള്ള മൊബൈൽ ഫോൺ ഉണ്ടാവും. ഈ മൊബൈൽ ഫോൺ ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ റിമോട്ട് ചെക്ക് ചെയ്യാൻ സാധിക്കും. അതിനുശേഷം നമുക്ക് മൊബൈലിൽ ക്യാമറ ഫസ്റ്റ് ഓൺ ചെയ്യാം. അതിനുശേഷം ഈ റിമോട്ടിൻ്റെ കീസ് ഓരോന്നായിട്ട് ഞെക്കി നോക്കുക. അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഇത് വർക്കിങ്ങിൻ്റേത്. നമ്മൾ മൊബൈലിൽ ക്യാമറ ഓൺ ചെയ്തു. ക്യാമറ ഓൺ ചെയ്തിട്ട് ഈ ക്യാമറയ്ക്ക് ഈക്വലായിട്ട് നമുക്ക് റിമോട്ട് പിടിക്കാം. റിമോട്ട് പിടിക്കാൻ നേരത്തെ റിമോട്ട് ഞെക്കാൻ നേരത്തെ അതിലൊരു ലൈറ്റ് കാണാൻ പറ്റും. ഞങ്ങൾ കാണിച്ചു തരാം. അതുകൊണ്ടോ റിമോട്ട് ഞെക്കാൻ നേരത്തെ ഒരു ലൈറ്റ് അതിൽ വരും. റിമോട്ടിൽ ലൈറ്റ് കത്താനായിട്ട് കാണാൻ പറ്റും. ശ്രദ്ധിച്ച് നോക്കിക്കോളാം. അങ്ങനെ നമുക്ക് ഓരോ സ്വിച്ചസും റിമോട്ടിൻ്റെ ഏത് സ്വിച്ചാണ് വർക്ക് ചെയ്തത്. നമ്മളിത് IR സെൻസർ ഉണ്ടോ, IR സെൻസർ ഉള്ള റിമോട്ടുകൾ മാത്രമാണ് നമുക്കിങ്ങനെ ചെക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ബ്ലൂടൂത്ത് റിമോട്ട് ചെക്ക് ചെയ്യാൻ പറ്റില്ല. നമ്മൾ കഴിഞ്ഞ ദിവസം ഡിവൈസിനെ പരിചയപ്പെട്ടായിരുന്നു, MIയുടെ ബോക്സ്. അത് ബ്ലൂടൂത്ത് വഴി ഇറക്കിയ റിമോട്ടാണ്. അതിങ്ങനെ ചെക്ക് ചെയ്യാൻ പറ്റില്ല. ഈ സിഗ്നൽ IR ഉള്ള റിമോട്ടുകൾ ഉണ്ടോ, IR മീൻസ് ഈ ടൈപ്പ് റിമോട്ട്സ് നമ്മൾ ക്യാമറ ഓൺ ചെയ്യുക. ക്യാമറയിലേക്കിട്ട് റിമോട്ടിൻ്റെ ഓരോ കീസും ചെക്ക് നോക്കുക, വർക്ക് ചെയ്യുക. അപ്പോൾ ലൈറ്റ് നമുക്ക് കാണാൻ പറ്റും. ഒരു LED ലൈറ്റ് കത്തണ മട്ട് തന്നെ നമ്മുടെ ഇത് കൃത്യമായിട്ട് ഇതിൽ കാണിക്കും. ലൈറ്റുകൾ കാണിച്ചുകൊണ്ടിരിക്കും. നമുക്ക് ശ്രദ്ധിച്ചറിയാം കൃത്യമായിട്ട് ഓരോ ലൈറ്റ്സും കണ്ടോ നമുക്ക് കാണിച്ചു തരാൻ സാധിക്കും. കണ്ടോ, ഒരു ലൈറ്റ് കാണാൻ പറ്റും. ഇങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ റിമോട്ട് വർക്കിംഗ് ആണ്. ഇതാണ്. ഇതേപോലെ ഇത് വർക്ക് ചെയ്തില്ലെങ്കിൽ, ഇങ്ങനെ ലൈറ്റ് കണ്ടില്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്നെങ്കിൽ അതിൻ്റെ ബാറ്ററി റീപ്ലേസ് ചെയ്ത് നോക്കുക. ബാറ്ററിയുടെ ചാർജ് കുറഞ്ഞു കഴിഞ്ഞാൽ ആ ലൈറ്റ് കൃത്യമായിട്ട് കത്തില്ല. ബാറ്ററി ഫുൾ ചാർജ് വേണം. ഇപ്പോൾ ബാറ്ററിയുടെ ചാർജ് കുറഞ്ഞെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ബാറ്ററി റീപ്ലേസ് ചെയ്യാം. ബാറ്ററി റീപ്ലേസ് ചെയ്തിട്ടും ഈ ലൈറ്റ് കത്തുന്നില്ലെങ്കിൽ ഈ റിമോട്ട് കംപ്ലൈൻ്റ് ആണ്. ബാറ്ററി റീപ്ലേസ് ചെയ്തിട്ട് ലൈറ്റ് വർക്കിംഗ് ഇങ്ങനെ കാണിക്കുന്നുണ്ടെങ്കിൽ ഡിവൈസസിലുള്ള സെൻസേഴ്സ് ആയിരിക്കും കംപ്ലൈൻറ്റ് വരിക. നമ്മൾ സാധാരണ ഈ മുട്ടലും തട്ടലും ഒക്കെ ഒഴിവാക്കിയിട്ട് ഇങ്ങനെ ടച്ച് ചെയ്യാൻ നേരത്തൊക്കെ ഈ സാധനം കേടുവരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. രണ്ടടിയൊക്കെ അടിക്കുമ്പോഴേക്കും ഇതൊക്കെ സോൾഡർ ചെയ്ത് വെച്ചേക്കുന്നതാണ്. ഇത് ലൂസ് കോൺടാക്റ്റായിട്ട് പോവും. അപ്പോൾ നമ്മൾ മൊബൈൽ ഉപയോഗിച്ച് ചെക്ക് ചെയ്യാം. പിന്നെ നമ്മൾ ഈ റിമോട്ട് ഇങ്ങനെ ഇട്ടു, ഇത് കേടായി വിചാരിക്കുക. ചില മൊബൈൽ ഉപയോഗിച്ച് നമ്മുടെ ഡിവൈസസ് എല്ലാം കൺട്രോൾ ചെയ്യാൻ ചെയ്യും. ചില മൊബൈൽ, അത് ആൻഡ്രോയിഡ് ഫോൺ ഉള്ള മൊബൈലിൽ നമുക്ക് പ്ലേ സ്റ്റോറിൽ ആപ്ലിക്കേഷൻ ഉണ്ട്. യൂണിവേഴ്സൽ റിമോട്ടിൻ്റെ ആപ്ലിക്കേഷൻസ് ഒത്തിരി ഉണ്ട്. അത് പ്ലേ സ്റ്റോറിൽ കയറി നമ്മൾ മൊബൈൽ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക, റിമോട്ടായിട്ട് നമ്മുടെ മൊബൈൽ വർക്ക് ചെയ്യിക്കാം. അതെല്ലാ ഫോണിലും പറ്റില്ല. IR ടൈപ്പ് ഇൻഫ്രാറെഡ് മൊബൈലിൽ മാത്രമേ പറ്റുള്ളൂ. അതായത് പറയുകയാണെങ്കിൽ റെഡ്മിയുടെ മൊബൈലിലൊക്കെ പറ്റും. ഇത് സാംസങ്ങിൻ്റെ മൊബൈലില്ല, ഇതിൽ പറ്റില്ല. എന്തായാലും ഞാൻ നിങ്ങൾക്ക് ഇത് എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യണമെന്നുള്ളതും ഇതെങ്ങനെ എടുക്കണമെന്നുള്ളതും കാണിച്ചു തരാം. ഓക്കെ, നോക്കാം. നമ്മൾ മൊബൈലിൽ പ്ലേ സ്റ്റോറിൽ സെർച്ച് ചെയ്യാണ്. റിമോട്ടിൽ നിന്ന് സെർച്ച് ചെയ്യാം, അല്ലെങ്കിൽ യൂണിവേഴ്സൽ റിമോട്ടിൽ സെർച്ച് ചെയ്യാം. പിന്നെ നമുക്ക് അല്ലെങ്കിൽ ഏത് ഡിവൈസാണ് വേണ്ടത് അത് നമുക്ക് സെർച്ച് ചെയ്യാം. അപ്പോൾ നമുക്ക് ഏതെങ്കിലും പർട്ടിക്കുലർ ഡിവൈസ്, ഫ്രിഡ്ജോ അല്ലെങ്കിൽ AC, TV, ഡിഷ് ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ അതിൽ സെർച്ച് ചെയ്യാൻ സാധിക്കും. അത് സെർച്ച് ചെയ്താൽ കുറേ ആപ്ലിക്കേഷൻസ് അതിൽ കാണിക്കും. നമുക്ക് തന്നെ സ്ക്രോൾ ചെയ്ത് കാണിച്ചു തരും ഓരോരോ ആപ്ലിക്കേഷൻസ്. ചിലപ്പോൾ TVയുടെ റിമോട്ട് ഉണ്ടെങ്കിൽ ഞാൻ റിമോട്ട് കൺട്രോൾ ഫോർ TV എന്നാണ് സെർച്ച് ചെയ്തേക്കണേ. അപ്പോൾ TVയുടെ കുറേ റിമോട്ട്സ് അതവിടെ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ഒരെണ്ണം സെലക്ട് ചെയ്തു, സാംസങ്ങിൻ്റെ TVയുടെ റിമോട്ട് ഞാൻ സെലക്ട് ചെയ്തേക്കാണ്. അത് സെലക്ട് ചെയ്തിട്ടപ്പോൾ അവിടെ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ ഇൻസ്റ്റാൾ ആവട്ടെ. അപ്പോൾ നമുക്ക് ഏത് ഡിവൈസാണ്, ചിലപ്പോൾ ഏത് TV ആണ്, മിക്കവാറും TVകളുടെയൊക്കെ റിമോട്ട് ഇതിൽ അവൈലബിൾ ആണ്. ഒരു 80% ഇപ്പോൾ തന്നെ കിട്ടി തുടങ്ങിയിട്ടുണ്ട്. പുതിയ TVകൾ കൂടുതലും LED LCD TV ആണ്. പഴയ CRT TV ചിലത് മാത്രമാണ് വർക്ക് ചെയ്യുന്നുള്ളൂ, ചിലത് വർക്ക് ചെയ്യുന്നില്ല. CRTയിൽ അത്ര ക്ലിയർ ആവുന്നില്ല. എന്നാലും പുതിയ വന്ന TVകളിലെല്ലാം തന്നെ റിമോട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. TV മാത്രമല്ല മറ്റുള്ള ഡിവൈസിൽ നിന്ന് വർക്ക് ചെയ്യാൻ സാധിക്കും. കണ്ടോ, ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇൻസ്റ്റാൾ ചെയ്ത് TVയുടെ റിമോട്ട് ഇതേപോലെ നമുക്ക് കാണാൻ സാധിക്കും. കറക്റ്റായിട്ട് ആ ഫങ്ഷൻസ് എല്ലാം നമുക്ക് കൃത്യമായിട്ട് എടുക്കാൻ സാധിക്കും. ഇതിൽ സെർച്ച് ഫോർ TV നമ്മുടെ ഡിവൈസായിട്ട് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സെർച്ച് കണക്റ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഇത് വെച്ചാൽ മൊബൈൽ വെച്ച് തന്നെ നമുക്ക് കൺട്രോൾ ചെയ്യാം.
അപ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് റിമോട്ട് ചെക്ക് ചെയ്യണ കാര്യം കുറച്ച് പേർക്ക് അറിയാം, കുറച്ച് പേർക്ക് അറിയില്ല അതെങ്ങനെയാണ് റിമോട്ട് ചെക്ക് ചെയ്യണതും. അപ്പോൾ അറിയില്ലാത്തവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ മൊബൈൽ ഫോൺ എല്ലാവരുടെ കയ്യിലുണ്ടാവും. ഇപ്പോൾ ക്യാമറ ഉള്ള മൊബൈൽ ഫോൺ ഇപ്പോൾ 90% മൊബൈൽ ഫോണിൽ ക്യാമറയുണ്ട്. ഈ ക്യാമറ ഉള്ള ഫോണിൽ ഉപയോഗിച്ചാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ക്യാമറയിലേക്ക് ചുമ്മാ നമുക്ക് റിമോട്ട് തിരിച്ച് പിടിച്ച് ലൈറ്റ് അടിച്ച് നോക്കി കഴിഞ്ഞാൽ IR സെൻസ് ചെയ്യണത് ആ ലൈറ്റ് നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല, എന്നാൽ മൊബൈലിൻ്റെ ഇത് കൂടെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അത് വെച്ച് നമുക്ക് ചെക്ക് ചെയ്യാം. പിന്നെ എങ്ങനെ നമുക്ക് ആ റിമോട്ട് കംപ്ലൈൻറ്റ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മൊബൈൽ ഉപയോഗിച്ച് അത് TV മറ്റുള്ള ഡിവൈസസ് വർക്ക് ചെയ്യാന്നുള്ളത്, അത് നമ്മൾ പ്ലേ സ്റ്റോറിൽ കയറിയിട്ട് നമ്മൾ ആപ്ലിക്കേഷൻ ചെയ്യുന്ന വീഡിയോ നമ്മൾ കണ്ടു. അതേപോലെ ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയിട്ട് എല്ലാ ഡിവൈസിലും ഇത് വർക്ക് ചെയ്യില്ല, ചില ഡിവൈസിൽ വർക്ക് ചെയ്യുള്ളൂ. നമ്മുടെ വീട്ടിലെ ഡിവൈസിൽ വർക്ക് ചെയ്യുമെന്ന് നമ്മൾ ചുമ്മാ ഇൻസ്റ്റാൾ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോ ഇന്നലെ വരുന്നതായിരിക്കും. ഓക്കെ, ബൈ.